നമസ്കാരം. ഒരുപാട് കാത്തിരിപ്പിനും അലച്ചിലിനും ശേഷം ഒരു നാൾ ഭാഗ്യം തേടി വന്നാൽ ആ അവസരത്തിൽ പിടിച്ചു കയറാൻ, കിട്ടിയ സൗഭാഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ കഠിന പരിശ്രമം നടത്തും ബുദ്ധിയുള്ള മനുഷ്യർ. കിട്ടിയതൊക്കെ തന്നെ മെമ്പറാണ്, ഇതൊക്കെ മതി, കൈവശമുള്ള തുക തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ധാരാളം എന്ന് കരുതുന്ന ചുരുക്കം പേരും ഉണ്ടാവാം. എല്ലാ രംഗത്തും അത്തരക്കാരും ഉണ്ട്. ഇത്തരക്കാർ നല്ല ഉഴപ്പന്മാരായിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഉഴപ്പനെ സിനിമാ രംഗത്ത് പറയാനാവോ എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന മുഖം നടൻ രതീഷിൻ്റേതാണ്. നിലച്ചിരിക്കാതെ ഒരു സിനിമാ നടനാകുന്നു. ജയൻ്റെ അകാല മരണം വരുത്തിയ ശൂന്യതയിൽ ജയൻ ചെയ്യാനിരുന്ന പട്ടാള വേഷക്കാരനായി ഇനി ആരെ എന്ന് IV ശശി ചിന്തിക്കുമ്പോഴാണ് രതീഷിനെ കിട്ടുന്നത്. നമ്മുടെ ഫൈറ്റ് സംഘട്ടന രംഗങ്ങളൊക്കെ സംവിധാനം ചെയ്യുന്ന ത്യാഗരാജൻ മാഷിനെ കൊണ്ട് IV ശശി തൻ്റെ വീടിൻ്റെ മേളിൽ ഫൈറ്റിൻ്റെ ബാലപാഠങ്ങൾ ആഴ്ചകളോളം രതീഷിനെ പഠിപ്പിച്ച ശേഷം, കുതിരസവാരിയും പഠിപ്പിച്ച ശേഷമാണ് അയാളെ IV ശശി നായകനാക്കിയത്. തുഷാരം എന്ന സിനിമയിലായിരുന്നു അങ്ങനെ രതീഷിനൊരു വേഷപ്പകർച്ച കിട്ടുന്നത്. വലിയ വിജയമായ സൂപ്പർ ഹിറ്റായ സിനിമയായിരുന്നു. ജയൻ ചെയ്യേണ്ടിയിരുന്ന വേഷമാണ്. ശരവേഗത്തിൽ രതീഷ് മലയാള സിനിമയിലെ യുവനായകനായി വളർന്നു. മമ്മൂട്ടിയെ പോലെ അഭിനയിക്കാൻ വെമ്പി നടക്കുന്ന ഒരാളെ തൻ്റെ പല സിനിമകളിലും അക്കാലത്ത് രതീഷ് ശുപാർശ ചെയ്തു. തൻ്റെ നായകനാകാനുള്ള വളർച്ചയെ രതീഷ് തന്നെ രതീഷിന് തന്നെ താങ്ങാൻ പറ്റാതായിപ്പോയി. ഞാൻ ഇത്രയും വലിയ തിരക്കുള്ള നടനെ എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ അയാൾക്ക് തന്നെ അതൊരു ഭാരമായി. അളിയാ, ഈ അഭിനയം ഒരു ഭാരമാകുന്നടാ, ഓടിയും ചാടിയും ഇടിച്ചും ഡയലോഗ് അടിച്ചും മടുത്തു. അളിയന് ഇത് നിനക്ക് വല്ലതും അറിയാൻ പാളിയാ എന്ന് തുറന്ന് ചോദിക്കുന്ന ആളായിരുന്നു രതീഷ്. ഇതിനിടയിൽ സിനിമാ പിടുത്തം, നിർമ്മാണം, കൃഷി ഇറക്കൽ തമിഴ്നാട്ടിൽ കമ്പം തേനി ഭാഗത്ത്, അങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ചെയ്ത് അതിലും ചെന്ന് ചാടുന്നു. രതീഷിൻ്റെ ഉഴപ്പൽ സ്വഭാവം കൂടി ചേർന്നതുകൊണ്ടാകണം സിനിമ എന്ന ചിന്ത മാത്രമുള്ള മമ്മൂട്ടി വളർന്നു. IV ശശിയുടെ സ്ഥിരം നായകനായി പോലും മമ്മൂട്ടി മാറി. മമ്മൂട്ടി രതീഷിനൊരു റോളിനായി ശുപാർശ ചെയ്യുന്ന സ്ഥിതിയിലായി. പിന്നെ രതീഷ് കിട്ടിയതെല്ലാം വെച്ച് ജീവിതം ആഘോഷമാക്കി മാറ്റി. സെറ്റുകളിൽ കൃത്യമായി എത്താതിരിക്കുക, കമ്പനി കൂടി സെറ്റിൽ വരാനാകാതെ ഹോട്ടൽ മുറിയിൽ കിടക്കുക, സിനിമ പിടിച്ച് ലക്ഷങ്ങൾ കളയുക, നനച്ചിരിക്കാതെ ഒരു ദിവസം അങ്ങ് പോവുക. ഇതായിരുന്നു രതീഷിൻ്റെ സ്റ്റൈൽ. ആരും ഒതുക്കാതെ രതീഷ് സ്വയം ഒതുങ്ങി എന്ന് പറയാം. ഇപ്പോഴത്തെ മലയാള സിനിമയിൽ ഇത്തരം സ്വഭാവക്കാരുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെ ബിജു മേനോൻ അത്തരക്കാരനാണെന്ന് പറയും. കിട്ടിയത് മതി എന്നുള്ള അല്ലാതെ ആർത്തിയൊന്നുമില്ല. സപ്പോർട്ടിംഗ് ക്യാരക്ടറിൽ ചെയ്ത് ലാലു അലക്സിനെ പോലെ, മുരളിച്ചേട്ടനെ പോലെ കയ്യടി നേടി നായക നിരയിലേക്ക് ഉയർന്ന അഭിനേതാവാണ് ബിജു മേനോൻ. തന്നെ തേടി വരുന്ന നല്ല നല്ല വേഷങ്ങൾ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ ഉഴപ്പനോ മടിയനോ ആയി മാറി മേനോൻ. ഒരു വലിയ ചങ്ങാതിക്കൂട്ടത്തിന് നടുവിൽ കിട്ടിയതെല്ലാം ഓണം ബമ്പർ എന്ന കണക്കിന് ജീവിതത്തെ ആഘോഷിച്ച് തീർക്കുകയാണ് ബിജു മേനോൻ എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറയാണെന്ന് പറയരുത്, ബിജുവിന് ദേഷ്യവും വരരുത്. താൻ അഭിനയിച്ച ഒരു സിനിമ, പുതിയൊരു സിനിമ വരെയാണ്, അതിനെ എങ്ങനെയെല്ലാം പ്രൊമോട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ശക്തമായ ഒരു യുവതരംഗം മലയാള സിനിമയിൽ ഇപ്പോൾ കുതിക്കുകയാണ്. അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടി മോഹൻലാലും മമ്മൂട്ടിയും പോലും നല്ല ഹോംവർക്ക് ചെയ്യുന്നു. അവിടെയാണ് തൻ്റെ പടം കോപ്പ് പൊട്ടിയാലെന്ത്, ഓടിയാലെന്ത്, നമ്മുടെ ജോലി കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ബിജു മേനോൻ്റെ നിൽപ്പ്. ഇപ്പോൾ സിനിമ ഫ്ലെക്സ് വയ്ക്കലും പോസ്റ്റർ ഒട്ടിക്കലും ഒന്നും അല്ലല്ലോ. ചാനൽ പ്രൊമോഷൻ എന്ന പേരിൽ വന്നിരുന്ന് കുറേ കൊച്ചു വർത്തമാനങ്ങൾ പറയുക, 900 വലുതും ചെറുതുമായ ചാനലുകൾ അത് ചിത്രീകരിച്ച് മുറിച്ചിട്ട് വാർത്തയാക്കി പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാനുള്ള വക കണ്ടെത്തുന്നു. പലരും വിജയിക്കുന്നു, ചിലർ പരാജയപ്പെട്ടു പോകുന്നു. അതിനൊന്നും ഞാനില്ല. എനിക്കെൻ്റെ കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിക്കണം എന്ന വാശിക്കാരനാണ് ബിജു മേനോൻ.
വെള്ളിമുങ്ങിയിൽ തന്നെ നിൽക്കുകയാണ് ബിജു മേനോൻ്റെ വിജയ ചരിത്രം സിനിമയിൽ. എന്നിട്ടും അവസരങ്ങൾ അന്വേഷിച്ച് ചെല്ലുകയാണ് ബിജു മേനോനെ. പക്ഷേ ക്യാ ഫൽ ഹേ എന്നേ ചോദിക്കാറുണ്ട്. ചാനൽ പ്രൊമോഷന് ബിജു മേനോൻ എത്തുമെന്ന് എഗ്രിമെൻ്റ് വെച്ച് പുതിയൊരു പടം വിറ്റു. അങ്ങനെ എഗ്രിമെൻ്റ് വയ്ക്കുന്നത് ശരിയാണോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കഥയിൽ ചോദ്യം പാടില്ലല്ലോ. ബിജു മേനോൻ ചാനൽ പ്രൊമോഷന് ചെന്നില്ല. പടമാണെങ്കിൽ നന്നായിട്ട് വീണു. അങ്ങനെ പറയണ്ടല്ലോ അല്ലേ, വീണു. അല്ലെങ്കിൽ ഓടുകയാണെന്ന് ഇപ്പോഴും പറയുന്നതന്നെയല്ലോ. ചാനലുകാർ ബിജു മേനോൻ വരാത്തതിനാൽ 25 ലക്ഷം, എൻ്റെ സാറ്റലൈറ്റ് എടുത്തവർ പറഞ്ഞു 25 ലക്ഷം കുറച്ചേ നൽകുമെന്ന്. ബിജു മേനോൻ ചാനൽ ചർച്ചയിൽ വരാത്തതുകൊണ്ട്. ബിജു മേനോൻ്റെ നിസ്സഹരണത്തെക്കുറിച്ച് നിർമ്മാതാക്കൾക്ക് വേണ്ടി നിർമ്മാതാവ് കൂടിയായ ബി ഉണ്ണികൃഷ്ണൻ തുറന്നടിക്കുന്നു പത്രസമ്മേളനത്തിൽ. ഉണ്ണികൃഷ്ണൻ്റെ കൂടെ പത്രസമ്മേളനത്തിൽ ഇരുന്നാൽ ലിസ്റ്റൻ സ്റ്റീഫൻ്റെ പുതിയ പടത്തിലാണ് ഇപ്പോൾ ബിജു മേനോൻ അഭിനയിക്കുന്നത്. അപ്പം ലിസ്റ്റൻ ആലോചിച്ചാണ്, ഇവൻ എൻ്റെ പടവും പണ്ടാറടങ്ങായി പ്രൊമോഷനൊന്നും വരാതെ തെണ്ടിക്കുമെന്നായിരിക്കും അപ്പോൾ ചിന്തിച്ചത്. അവിടുന്ന് കോടികളുടെ ശമ്പളം കൊടുക്കുമ്പോൾ ആ 25 ലക്ഷം കുറച്ചു കൊടുത്താൽ മതിയെന്ന് ധാരണയായെന്നും 25 അല്ല 15 ലക്ഷം കുറയ്ക്കുമെന്നും പിന്നീട് പറഞ്ഞു. ഇവിടെ ഇതൊക്കെ നടക്കുമ്പോഴും ബിജു മേനോൻ മൗനി ബാബയെ പോലെ ഇരിക്കുന്നു, മറുപടി പറയുന്നില്ല. എൻ്റെ ശമ്പളത്തിൽ നിന്ന് 15 ലക്ഷം പിടിച്ചാൽ ഞാൻ ഈ കോപ്പ് പടം തീർക്കുന്നത് കാണിച്ചു തരാമെന്നാവും ഈ മൗനത്തിൻ്റെ അർത്ഥം. ഇതിലൊന്നും ഞങ്ങളില്ലേ എന്ന മട്ടിൽ അമ്മ ഭരണചക്രവർത്തിനികളും മൗനം പാലിക്കുന്നു. എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ചില പെണ്ണുങ്ങൾ ജയിച്ചു വന്നപ്പോൾ. കഴിവുള്ളവരാണ്, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ വെറും വേസ്റ്റുകളാണെന്ന് ഇപ്പോൾ തോന്നുന്നു. വാ തുറന്ന് കമാന്ന രക്ഷണം പറയില്ല. എന്ത് ചോദിച്ചാലും പഠിക്കട്ടെ, അന്വേഷിക്കട്ടെ, പറയാം, പിന്നെ പറയാം, നാളെ പറയാം എന്ന് പറയണമല്ലാതെ ഇപ്പോൾ ജയിച്ചിട്ട് 3-4 മാസം കഴിഞ്ഞില്ലേ, ഒരു ചുക്ക് സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഒന്നുമില്ലെങ്കിൽ ഇടവേള ബാബുവായിരുന്നു ഇപ്പോൾ ജനറൽ സെക്രട്ടറിയെങ്കിൽ അയാൾ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളുടെ സംഘടനയിലുള്ള ആളിൻ്റെ ഫൈൻ അടിക്കുന്ന വിവരം അറിയും എന്നെങ്കിലും പറഞ്ഞാൽ. ഇത് മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അത് ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുക്കുന്ന കേസ് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും അവരൊന്നും മറുപടി പറയില്ല. വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് ആടിച്ച് പൊളിച്ചിങ്ങനെ നടക്കും. അമ്മേരെ പ്രസിഡന്റ്, അമ്മേരെ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു. ഒരു ചുക്കും നടക്കുന്നില്ല. ബി ഉണ്ണികൃഷ്ണനും ബി രാകേഷും മാത്രം ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മൗനം വിദ്വാനുഭൂഷണം, ശുംഭൻ അലങ്കാരം എന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. ഇതിലേത് കാറ്റഗറിയിൽ ബിജു മേനോൻ പെടുമെന്ന് എനിക്കറിയില്ല. അടുത്ത് പറയുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. 6 മണിക്ക് എണീറ്റ് പോയി 10 മണി വരെ എല്ലുമുറിയെ പണിയെടുത്ത് എത്രയും ചുരുക്കം ദിവസത്തിനുള്ളിൽ സിനിമ ചിത്രീകരിച്ച് തീർക്കുന്ന കാലം കഴിഞ്ഞു. ശശികുമാർ സാറൊക്കെ മോഹൻലാലിനെ വെച്ച് 8 ദിവസം കൊണ്ടൊക്കെ സിനിമ തീർത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും സുഖമെന്ന ജെ.സി. സാറിൻ്റെ പടത്തിന് 7.5 ദിവസമാണ് മോഹൻലാൽ കൊടുത്തത്. 8ാം ദിവസം അദ്ദേഹം അമേരിക്കയ്ക്ക് പോവുകയാണ്. പിന്നെ 2 മാസം കഴിഞ്ഞേ വരും. നിങ്ങൾ ആലോചിച്ചൊക്കെ 8 ദിവസം പോലും കൊടുത്തിട്ടില്ല. 7.5 ദിവസം കൊണ്ട് അത് ചിത്രീകരിച്ച് തീർക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഞാൻ ശശികുമാറിൻ്റെ കളരിയിൽ നിന്നും വന്നവനാണ്. എനിക്ക് സിനിമ അറിയാം, ലെഫ്റ്റും റൈറ്റും അറിയാം. ഇതറിയാത്ത പ്രിയദർശനാണല്ലോ നിങ്ങളുടെയൊക്കെ റോൾ മോഡൽ എന്നെല്ലാം ദിനവും വച്ച് കാച്ചുമായിരുന്നു എനിക്കിപ്പോഴും പ്രിയപ്പെട്ട തമ്പി സാർ. ഞാനതിൽ അസോസിയേറ്റഡ് ചെയ്യുമ്പോൾ പുള്ളി പറയുന്നതാണ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പറഞ്ഞിടത്ത് പ്രിയനല്ലോ തൻ്റെയൊക്കെ റോൾ മോഡൽ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഞാൻ ശശികുമാറിൻ്റെ കളരിയിൽ നിന്ന് വന്നതാണ്ടോ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും പ്രിയപ്പെട്ട ഗുരുനാഥനാണ് അദ്ദേഹം. ഞാൻ സാറിനോട് അപ്പം തന്നെ പറഞ്ഞു, ആ കാലം കഴിഞ്ഞു സാറേ, ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു സീൻ കഴിഞ്ഞാൽ അടുത്ത സീൻ ഒരു പശു തൊഴുത്തിലാണ് എടുക്കാൻ പോകുന്നത്. ആര്? ശശികുമാർ സാർ. തിരക്കഥാകാരൻ കല്ലു ഡെന്നീസ് സംവിധായകൻ ശശികുമാർ സാറിനോട് തിരക്കി, ഇനി എങ്ങോട്ടാ സാറേ ഷിഫ്റ്റ്? ഷിഫ്റ്റോ? അസിനോട് ആര് പറഞ്ഞു ഷിഫ്റ്റ് ഉണ്ടെന്ന്? എന്തിന് വെറുതെ നമ്മൾ 2-3 മണിക്കൂർ പാഴാക്കുന്നത് ഷിഫ്റ്റ് ചെയ്ത്? സന്ധ്യ ആവാനും തുടങ്ങിയില്ലേ അസേ, ഷിഫ്റ്റ് ചെയ്ത് പോകാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ആ തൊഴുത്തിലെ സീൻ എടുക്കണ്ടേ എന്നാൽ ഈ കല്ലു ഡെന്നീസ് എടുക്കണം, അതിവിടെ തന്നെ എടുക്കും എന്ന് പറഞ്ഞിട്ട് ശശികുമാർ സാറ് ചിത്രീകരിക്കുന്ന ആ വലിയ വീടിൻ്റെ ഒരു മുറിയിലേക്ക് കല്ലൂരാനെ കൂട്ടിക്കൊണ്ടുപോയി. കല്ലൂരാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടി പൊട്ടിത്തെറിച്ച് ആ മുറിയിൽ ഒരു പശുവിനെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നു. ഒരു ചരുവത്തിൽ പിണ്ണാക്കോ പരുത്തിക്കുരുവോ എന്തൊക്കെ ഇട്ട്, പുളിങ്കുരുവോ എന്തൊക്കെ ഇട്ട് കലക്കി, അല്ലെങ്കിൽ പശുവിന് കൊടുക്കുന്ന ഫുഡൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് ഒരു ചരുവത്തിൽ. തലങ്ങണി പോലെ വലിപ്പമുള്ള ഈ വയ്ക്കൽ ലോറിയിൽ കൊണ്ടുവരില്ലോ തമിഴ്നാട്ടിൽ നിന്ന്,
അതിൻ്റെ 2-3 കെട്ട് അവിടെ ചാരി വെച്ചിരിക്കുന്നു പശു കടിക്കാത്ത ദൂരത്തിൽ. മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമയാണ്. എറണാകുളത്തെ MG റോഡിലെ ഒരു വലിയ കെട്ടിടത്തിലാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അതിലൊരു മുറിയാണ് ഈ പശുവിനെ കൊണ്ട് കെട്ടിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ പേര് എൻ്റേത് മാത്രം. ആ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ മുൻകാലങ്ങളിൽ നടക്കും. സീൻ തുടങ്ങുമ്പോൾ വർത്തമാനത്തിനിടയിൽ വക്കോല് പശുവിനിട്ട് കൊടുക്കും. ഡയലോഗ് തീരാറാകുമ്പോൾ കലക്കി വെച്ചിരിക്കുന്ന വെള്ളവും നീക്കി വെച്ചു കൊടുക്കും. പ്രേക്ഷകർക്ക് അത് കാണുമ്പോൾ ഒരു അപാകതയും തോന്നില്ല. കാലം മാറി. 2-3 കോടികൾ മുടക്കി ഗുരുവായൂർ അമ്പലവും ഗുണാക്കേവും കോടതിയും ഒക്കെ സെറ്റിടുന്ന കാലമാണ്. മാറാഞ്ഞത് സിനിമാക്കാരൻ എന്നാരും അറിയാത്ത, ഇവരൊരു സിനിമാക്കാരനാണ് എന്നറിയാത്ത ടെക്നീഷ്യന്മാർ മാത്രമായിരുന്നു. രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ ചായ കൊടുക്കുന്ന സെക്ഷനിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എത്ര മണിക്ക് ലൊക്കേഷനിൽ എത്തേണ്ടി വരും? അപ്പോൾ അവർ എത്ര മണിക്ക് എണീക്കേണ്ടി വരും? താമസിക്കുന്നിടത്തു നിന്നും 10 കിലോമീറ്റർ ദൂരെയുള്ള ലൊക്കേഷനിലെത്തി ലൈറ്റുകളും കേബിളുകളും ട്രോളിയും ഒക്കെ ഇറക്കി വെച്ച് കേബിൾ വലിച്ച് റെഡിയാക്കണമെങ്കിൽ ഈ ലൈറ്റിൻ്റെ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവർ എത്ര നേരത്തെ റെഡിയാകേണ്ടി വരും? ആർട്ട് അസിസ്റ്റൻറ്റുമാർ, കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റുമാർ ഇവരൊക്കെ നേരത്തെ വന്നാലല്ലേ 7 മണിക്ക് റെഡിയാകാനാവും. രാത്രി 10 മണിക്ക് പാക്കപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത സീനിലുണ്ടായിരുന്ന, അവസാന സീനിലുണ്ടായിരുന്ന അഭിനേതാക്കൾ മേക്കപ്പ് അഴിച്ചും അഴിക്കാതെയും AC കാറിൽ കയറിപ്പോയി AC റൂമിൽ ചെന്ന് ചൂടാറാത്ത പാത്രത്തിൽ ഭക്ഷണവും കഴിച്ച് ഉറങ്ങും. ആഹാരം കൊടുക്കുന്നവർ കൊണ്ടുവന്ന ചായ ഗ്ലാസ്സിൽ 4 എണ്ണം കാണാനായില്ല എങ്കിൽ അത് തപ്പി നടന്ന് കണ്ടെത്തി എടുത്ത് കഴുകി അടുക്കി എണ്ണി ഗ്യാസ് കുറ്റിയും അടുപ്പും തേയിലയും പഞ്ചസാരയും ഒക്കെ കയറ്റി വണ്ടി വിടുമ്പോൾ ചുരുങ്ങിയത് 2 മണിക്കൂറുടെ ആവും. അപ്പോൾ 10 മണിക്ക് പാക്കപ്പ് ആയാൽ 12 മണിയാവും ഇവിടുന്ന് പോകാൻ. അതുപോലെ തന്നെ ലൈറ്റുകൾ സൂക്ഷിച്ച് പെട്ടിയിലാക്കി, കേബിളുകൾ ചുറ്റി, സ്റ്റാൻഡുകൾ അഴിച്ച്, ട്രോളികൾ അഴിച്ചു പെറുക്കി കയറ്റി, ഗോഡയിലും തെങ്ങിലും മാവിലും ഒക്കെ കെട്ടി വെച്ചിരുന്ന ലൈറ്റെല്ലാം കയറുകൊണ്ട് കെട്ടി താഴെ ഇറക്കി എല്ലാം അടുക്കി ലൊക്കേഷനിൽ വിടാൻ അവർക്കും ആവും 2-2.5 മണിക്കൂർ. ചോരത്തിളപ്പുള്ള കാലത്ത് ഒന്നും അറിയില്ല. 10-20 വർഷം ഈ ജോലി ചെയ്യുന്ന ആൾ നിത്യരോഗിയായി പെട്ടെന്ന് മാറും. 8 മണിക്കൂർ വേണ്ട, ശരാശരി ആരോഗ്യമുള്ളൊരു മനുഷ്യൻ 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ്. അത് വേണ്ട, 5 മണിക്കൂർ ഉറക്കം പോലും കുറവായി മാനസികമായും ശാരീരികമായും തളരും ഇത്തരക്കാർ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെയാണ് ഫിഫ്ക നിർമ്മാതാക്കളോട് കാലങ്ങളായി പറഞ്ഞു പോന്ന സമയമാറ്റം 2026 അനുവദിച്ചിരിക്കുന്നു. 16 മണിക്കൂർ ജോലി എന്നത് 12 മണിക്കൂറായി കുറച്ച് അടുത്ത 3 വർഷത്തേക്ക് എഗ്രിമെൻ്റ് വെച്ചു. ഫിഫ്കയുടെയും ബി ഉണ്ണികൃഷ്ണൻ്റെയും വിജയമാണ് അതെന്ന് അഭിമാനത്തോടെ പറയാം. ബാറ്റ കുറയ്ക്കാതെയാണ് 4 മണിക്കൂർ കുറച്ചതെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയുടെ വിശാലതയെയും ബോധ്യമാക്കുന്നതായി. ആ 4 മണിക്കൂർ കുറയ്ക്കുകയാണെങ്കിൽ ഒരാളിൻ്റെ ബാറ്റിൽ നിന്ന് ഞങ്ങൾ 250 രൂപ കുറയ്ക്കുമെന്ന് അവർ പറഞ്ഞില്ല. ഇപ്പോൾ കൊടുക്കുന്ന ബാറ്റ എന്താണോ ആ ബാറ്റ കൊടുക്കും. എന്നാൽ അവർ 4 മണിക്കൂർ വൈകി വന്നാൽ മതി. 6 മണിക്ക് എന്നുള്ളത് 9 മണിക്ക് വന്നാൽ മതി. മനസ്സിലായില്ലേ? അങ്ങനെ മാറ്റി. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനാവൂ എന്ന ചിന്ത ടെക്നീഷ്യന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. കാശ് മുടക്കുന്നവരുണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അവർ ഈ കാശ് മുടക്കുന്നവർ നമ്മുടെ ശത്രുക്കളല്ല എന്ന ബോധം നമ്മുടെ ഫിഫ്കയുടെ ടെക്നീഷ്യന്മാർക്കുണ്ടാവട്ടെ. കാശ് മുടക്കി വരുന്ന പ്രൊഡ്യൂസർ അവനെ ശത്രുവായി കാണുന്നവരാണ് കുറേ പേർ. എനിക്ക് പലരുടെയും കമൻറ്റുകൾ എനിക്കറിയാം. അങ്ങനെയല്ല. പെട്ടിയിൽ കാശുമായി, അത് പലിശക്കെടുത്തതാവട്ടെ, സ്വന്തമാവട്ടെ, കള്ളപ്പണമാവട്ടെ, ഏതോ ആവട്ടെ, അവർ കാശും കൊണ്ട് വരുന്നതുകൊണ്ടല്ലേ സിനിമ എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ സിനിമ എടുക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് എന്നുള്ള ബോധം ഫിഫ്കയിലെ തൊഴിലാളികൾക്കും ഉണ്ടാവട്ടെ. ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കളിക്കുമ്പോൾ ആളറിഞ്ഞ് കളിക്കണമെന്ന് വിവരമുള്ളവർ പറയാറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ മറ്റേ ഗൾഫിൽ പോയി കച്ചവടം നടത്തുന്ന ആ പെണ്ണിനോടും എനിക്കിതാ പറയാനുള്ളത്. കളിക്കുമ്പോൾ ആളറിഞ്ഞ് കളിക്കണം. നിൻ്റെ A to Z കഥ ഞാൻ ചികഞ്ഞെടുക്കുന്നുണ്ട്. ഒന്ന് കിട്ടിക്കോട്ടെ കേട്ടോ. എന്തിൻ്റെ കേടായിരുന്നു നമ്മുടെ PT കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞ 77 വയസ്സുകാരന് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അയാളെ വളരെ മാന്യനായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്.
അറിയപ്പെടുന്ന നിർമ്മാതാവ്, സംവിധായകൻ, മുൻ MLA. പക്ഷേ കയ്യിലുള്ളത് തല്ലുകൊള്ളിത്തരമാണെന്ന് ഈ 77-ാം വയസ്സിൽ ഈ മനുഷ്യൻ തെളിയിച്ചു. പ്രവാസലോകം എന്ന ജനകീയ പ്രോഗ്രാം കാണുമ്പോൾ എന്തു നല്ല തങ്കപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനെന്നാണ് വിഡ്ഢിയായ ഞാൻ ധരിച്ചു വച്ചിരുന്നത്. തന്നെപ്പോലെ ജൂറി മെമ്പറായി വന്ന ഒരു സ്ത്രീയോട് അവരുടെ റൂമിൽ ചെന്ന് മോശമായി പെരുമാറാൻ നാണം പോട്ടെ, ഉളുപ്പെങ്കിലും വേണ്ടതല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ തേങ്ങ മാങ്ങാന്നല്ലേ താങ്കളെ ജനം വിലയിരുത്തുന്നത്? താങ്കളെപ്പോലത്തെ ചിന്താഗതികൾ പുലർത്തുന്ന എത്രയോ ബുദ്ധിജീവി കൂതറകൾ ഈ നാട്ടിലുണ്ട്. ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ടൈപ്പുകൾ, അടങ്ങാത്ത മോഹം, കാമമോഹം എന്ന് തന്നെ തുറന്നു പറയാം ഉണ്ടെങ്കിൽ അത്തരം 2-3 എണ്ണത്തിനെ വിളിച്ച് കയറ്റിയാൽ പോരായിരുന്നോ PT കുഞ്ഞു മുഹമ്മദ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മറ്റുള്ളവരെ വിട്ടേക്ക്, വീട്ടിൽ കാത്തിരിക്കുന്ന ബീവിയെയെങ്കിലും താങ്കൾ ഓർത്തിരുന്നെങ്കിൽ, തലപ്പൊക്കം വെച്ച മക്കളെ ഓർത്തിരുന്നെങ്കിൽ, താങ്കൾക്ക് MLA സീറ്റും കുറേ പദവികളും തന്ന പാർട്ടിയെ ഓർത്തിരുന്നെങ്കിൽ നിങ്ങൾ ഈ നാണം കിട്ട പണി ചെയ്യുമായിരുന്നു. എന്താണെന്നറിയില്ല, നൈറ്റി ഇട്ട മതഭ്രാന്തന്മാരെ പോലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളും ഇപ്പോൾ പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ ചക്കക്കൂട്ടാൻ കണ്ട ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ ആയി മാറിയിരിക്കുന്നു. സത്യം, സെക്സിൻ്റെ ഒരു അപജയമോ സെക്സിൻ്റെ ഒരു ദാരിദ്ര്യമോ ഉണ്ടെന്ന് തോന്നും. വളർന്നു വരുന്നവന്മാരൊക്കെ ഇങ്ങനെ ആയിയാൽ ഈ പാർട്ടി എന്താവും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കഴുകൻ കണ്ണുകളുമായി ഇവിടുത്തെ ചാനലുകളും പത്രമുത്തശ്ശികളും കാത്തിരിക്കുന്ന നാടാണെന്നുള്ള ബോധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഒന്ന് നേരെ ഇങ്ങനെ നോക്കിയാൽ മൂത്രം ഒഴിക്കുന്ന ഒരു നേതാവ് നമുക്കുണ്ട് എന്ന പേടിയുണ്ടായിരുന്നെങ്കിൽ ഈ കാമപ്രാന്തന്മാർ കുറച്ച് മാന്യന്മാരാകുമായിരുന്നു. സഖാക്കൾ മാത്രമല്ല, പല പല നേതാക്കളും ഇപ്പോൾ വഴി തെറ്റുന്നോന്ന് എനിക്ക് സംശയം. പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ മതി. ഞാൻ മുമ്പ് പറയായിരുന്നല്ലോ, ഇവിടുത്തെ ഒരു മഹിളാമണി ഏതെങ്കിലും പ്രോഗ്രാമിൽ നടന്നു വരുമ്പോൾ നമ്മുടെ ഒരു മന്ത്രി ഇരുന്ന് സന്തോഷം കൊള്ളുന്നത്, വാ ഇവിടെ നിരി, എൻ്റെ അടുത്ത് നിരി, പ്രോട്ടോക്കോളൊന്നും നോക്കില്ല പുള്ളി, ഞാനൊരു മന്ത്രിയാണെന്നുള്ള പുള്ളി മറന്നു പോകും. വിളിക്കണമെന്നാണ്. അപ്പം മറ്റവൾ കയറി ചെന്ന് കാലുമേ കാലും ഇട്ടിട്ട് ഇങ്ങനെ കാലിനെ ഇട്ട് ആട്ടി അയാളായിട്ട് ആട്ടും. അയാൾക്കത് മതി, ആ മണം അടിച്ചാൽ മതി. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ്, പാൽക്കായം വാങ്ങാൻ വീട്ടുകയിലെ കരിയെ ചാലയിൽ പറഞ്ഞു വിടലും എന്താ പറയുക, അലവലാദികൾക്ക് റെയിൻകോട്ട് വാങ്ങി കൊടുക്കലും ഒക്കെയായി കാമപ്രാന്ത് തലയ്ക്ക് പിടിച്ച സ്ഥിതിയാണിപ്പോൾ. റെയിൻകോട്ട് വാങ്ങിച്ചു കൊടുത്തത് മുൻ മന്ത്രിയാണ്. മഴയാണ് സാറേ, എങ്ങനെ വരുന്നുണ്ടോ, നീ റെയിൻകോട്ട് വാങ്ങിച്ചോട്ടോ, അതിൻ്റെ പൈസ ഞാൻ തരാം, അല്ലെങ്കിൽ റെയിൻകോട്ട് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുത്തേക്കാന്ന്. ഒരു അലവലാതി, കേരളം മുഴുവൻ അലവലാതി എന്ന് വിളിക്കുന്ന ഒരു പെണ്ണിന്, ഒരു മുൻ മന്ത്രി കോപ്പൻ, അവനും പറയുന്നു ഞാനും കമ്മ്യൂണിസ്റ്റാണെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിഷ്ടപ്പെട്ടത് PT കുഞ്ഞു മുഹമ്മദിൻ്റെ തനിനിറം പുറത്ത് പറഞ്ഞ ഡോക്ടർ ആശ ആച്ചി ജോസഫ് എന്ന മിടുക്കിയുടെ കരുത്താണ്. ഇര, അതിജീവിത, യുവതി, തേങ്ങ എന്നൊക്കെ പറഞ്ഞ് നിശബ്ദയാക്കാൻ എന്നെ കിട്ടില്ല എന്ന് തറപ്പിച്ച് പറയുന്നു ആ പെൺകുട്ടി, ആ സ്ത്രീ. തന്നെ മുൻ MLA PT കുഞ്ഞു മുഹമ്മദാണ് ലൈംഗിക അതിക്രമം നടത്തിയതെന്ന് ആശ വെടിപ്പായി തുറന്നു പറയുന്നു. എന്നാൽ അതിൻ്റെ ഫോട്ടോ കിട്ടോ? അതിക്രമം തെറ്റിദ്ധാരണ അല്ല എന്നും അധികാരവും അതിൻ്റെ നേട്ടങ്ങളും എന്താണെന്ന് അറിയാവുന്ന ഒരാൾ ബോധപൂർവം ചെയ്ത പ്രവൃത്തിയാണെന്നും ആശ ഡോക്ടർ പറയുന്നു. സംവിധായിക കൂടിയായ ആശ മുഖ്യമന്ത്രിക്കാണ് പ്രിയ സഖാവിൻ്റെ കാമപ്രാന്തിനെ പറ്റി പരാതി കൊടുത്തത്. പരാതിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റും രേഖപ്പെടുത്തി. PT കുഞ്ഞു മിക്കവാറും ആകട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അയാളുടെ ശിഷ്ടകാലം അകത്ത് കിടക്കുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ള കാമപ്രാന്തന്മാർ, അത് ഏത് പാർട്ടിക്കാരനായാലും. ഒരു കാര്യം കൂടി പറയാതെ വയ്യ, ഇതിനേക്കാൾ ഭീകരമായ പീഡന വാർത്തകൾ വന്ന എൽദോ കുന്നപ്പള്ളി, വിൻസെൻ്റ് തുടങ്ങിയ MLA-മാരുടെ കയ്യിൽ പെട്ടുപോയ ഹതഭാഗ്യരായ പെൺകുട്ടികൾക്കായി മലയാള മനോരമ പടം വരച്ച് പേജ് ചെയ്തിട്ടില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. PT കുഞ്ഞുമുഹമ്മദ് ആ പെൺകുട്ടി താമസിച്ചിരുന്ന റൂമിൽ കയറി അനാവശ്യം കാണിക്കുകയോ പ്രവർത്തിക്കുകയോ പറയുകയോ എന്തോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ക്രൂരമായി കവിതയൊക്കെ എഴുതിയിട്ട് ബലാത്സംഗം ചെയ്യാൻ നടക്കുന്ന എൽദോയും, പിന്നെ ജീവിക്കാൻ വേണ്ടി കടത്തുന്ന കടയ്ക്കകത്ത് കയറി പീഡിപ്പിച്ച വിൻസെൻറ്റുമൊക്കെ ഇത്തരം പരിപാടികൾ ചെയ്തപ്പോൾ മലയാള മനോരമയ്ക്ക് പടം വരയ്ക്കാനേ താല്പര്യമില്ല, സമയമില്ലായിരുന്നു. അതാണ് പ്രശ്നം.
ഇതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ഓർക്കണം. കഴുകൻ കണ്ണുകളുമായി നിൻ്റെയൊക്കെ ചുറ്റും ക്യാമറകളും പേനയും കറങ്ങി നടക്കുകയാണെന്നുള്ള ബോധമുണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള അധമമായ പണികൾക്ക് പോവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ മലയാള മനോരമ വച്ചലക്കിയത്. മനസ്സിലായ? എന്തായാലും ആശയുടെ പ്രവൃത്തികൾ ആശ നൽകുന്നു സ്ത്രീകൾക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് കരുതി ഞാനൊരു സ്ത്രീപക്ഷമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ആ പക്ഷത്തിലാണ് കൂടുതൽ അലവലാദികൾ ഇപ്പോൾ വിലസുന്നത്. അതുകൊണ്ട് ആശയ്ക്ക് കൊടുക്കുന്ന പിന്തുണ എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കണ്ട. ആശയുടെ ചങ്കൂറ്റം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അത് ജെനുവിൻ കേസാണ് എന്നുള്ളത് കൊണ്ട് ആശയ്ക്ക് പൂർണ്ണ പിന്തുണ നമ്മളെല്ലാവരും നൽകണം എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ ഫോട്ടോ എൻ്റെ പേര് എന്ത് വേണം ഇട്ടോടാ, ഞാൻ പച്ചയ്ക്ക് പറയല്ലേ എന്ന് പറയുന്ന ആർജവത്തിന് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.